ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2031. ഇന്ന് ജൂലൈ മാസം 31-ാം തീയതി, 212-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ ഈ ആണ്ടിലെ 7-ാം മാസത്തിന്റെ അവസാന ദിനമാണ്. എന്തിനായിരുന്നു യേശു ഇങ്ങനെ ചില കഥകളൊക്കെ നമ്മളോട് പങ്കുവച്ചത്? എന്തിനായിരുന്നു അത് കേട്ട ആളുകൾ പിന്നീട് എല്ലാവർക്കും എല്ലാ കാലത്തും വായിക്കാനായിട്ട് എഴുതി വെച്ചത്? വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം, അതിൽ മുന്തിരിത്തോട്ടവും അവിടുത്തെ കൃഷിക്കാരെ കുറിച്ചുമൊക്കെ യേശു പറഞ്ഞൊരു കഥയുണ്ട്. അതിന്റെ 10-ാം വചനമാണ് വല്ലാതെ നല്ല പ്രഭാതത്തില് ഒരുപാട് ഭാരപ്പെടുത്തുന്നത്. സമയമായപ്പോൾ മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് അവനൊരു ഭൃത്തിനെ കൃഷിക്കാരുടെ അടുക്കിലേക്ക് അയച്ചു. 10-ാം വചനത്തിന്റെ പാതി മാത്രമേ ആയിട്ടുള്ളൂ. സമയമായപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട്, അല്ലേ? എന്റെ സമയം വന്നിട്ടില്ല, ആയിട്ടില്ല എന്നൊക്കെ കാനാവിലെ വിവാഹ ഭവനത്തിൽ വെച്ച് അമ്മ മറിയത്തോട് പുത്രൻ തമ്പുരാൻ പറയുന്നുണ്ട്. എല്ലാത്തിനും എപ്പോഴെങ്കിലുമൊക്കെ സമയമാവും. മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ഓഹരി ശേഖരിക്കേണ്ടതിന് ഉടമസ്ഥൻ കൃഷിക്കാരുടെ അടുക്കിലേക്ക് തന്റെ ഒരു സേവകനെ അയക്കുകയാണ്. തമ്പുരാനുള്ള ഓഹരി ശേഖരിക്കുവാൻ എന്റെ അടുക്കിലേക്കും ദൈവം ആരെല്ലാമോ അയക്കുന്നുണ്ട്. അവരിൽ ആരെങ്കിലും ഇന്ന് വന്നായിരുന്നു? തീർച്ചയായും വന്നിട്ടുണ്ടാവണം. ഞാൻ തിരിച്ചറിയാതെ പോയിട്ടുണ്ടാവും. അറിഞ്ഞും അറിയാതെയുമാവാം. പലരെയും ആക്ഷേപിച്ച് തിരിച്ചയച്ചിട്ടുണ്ടാവാം. പലരെയും നിരാശപ്പെടുത്തിയിട്ടുണ്ടാവാം. പലരെയും വല്ലാതെ മുറിപ്പെടുത്തിയിട്ടും അപമാനിച്ചിട്ടും അവഹേളിച്ചിട്ടുമുണ്ടാവും. യജമാനൻ നേരിട്ട് വന്നാൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ സ്വീകരിക്കുന്നത്. അതൊരു സത്യമാണല്ലോ. ഉടമസ്ഥനെ, ഉടയവനെ യേശു പറഞ്ഞ് ഈ കഥ തന്നെ എടുത്താൽ, ആ കൃഷിത്തോട്ടത്തിന്റെ ഉടമ വന്നിരുന്നെങ്കിൽ കൃഷിപ്പണിക്കാർ ആരെങ്കിലും ഇങ്ങനെ അവനെ അപമാനിക്കുമോ? വെറും കൈയോടെ തിരിച്ചയക്കുമോ? പക്ഷെ അദ്ദേഹം നേരിട്ട് വരുന്നത് ഏറ്റവും ഒടുവിലായിരിക്കും. ഏറ്റവും ഒടുവിൽ അത്തരമൊരു വരവനായിട്ട് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ അതിനു മുമ്പ് യജമാനി നയിക്കുന്ന ദാസന്മാരെ കാണണ്ടേ, കൈക്കൊള്ളണ്ടേ? ഓരോ ദിനവും അനേകരാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു പോകുന്നത്. യജമാനൻ പറഞ്ഞയക്കുന്നവരാണ് തന്റെ ഓഹരി ശേഖരിപ്പാനായിട്ട്. കുറെ കൂടി മനുഷ്യത്വത്തോടുകൂടി അവരെ ഒന്ന് സ്വീകരിപ്പാനായിട്ട്, അവർക്ക് വേണ്ടി നിലകൊള്ളാനായിട്ട് ഞാനും പഠിച്ചേ മതിയാവും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.